നമസ്കാരം. താൻ ഭരണപക്ഷത്തുമല്ല പ്രതിപക്ഷത്തുമല്ലെന്ന് പറഞ്ഞ PV അൻവർ MLA യുടെ ലക്ഷ്യം രണ്ടും ചേർന്ന ഇന്ത്യ മുന്നണിയോ? നാളെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിനായി യോഗം വിളിച്ചു ചേർക്കുന്ന അൻവർ സസ്പെൻസ് നിലനിർത്തുകയാണ്. CPM അൻവറിനെതിരെ ശക്തമായ പ്രചാരണം തുടങ്ങാൻ തീരുമാനിച്ചിരുന്നു. ഇതോടെ അത്തരം പ്രചരണങ്ങളിൽ നിന്ന് രക്ഷ തേടിക്കൂടി അൻവർ DMK സമീപിക്കുന്നുവെന്നാണ് സൂചനകൾ. നിലവിൽ MLA സ്ഥാനവുമായി DMKയിൽ ചേരാൻ അൻവറിന് സാധിക്കില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സ്വീകാര്യമായ ഇന്ത്യ മുന്നണി തന്ത്രം പയറ്റാൻ വേണ്ടിയാണ് അൻവറിന്റെ നീക്കം. നിലവിൽ അൻവർ ചെന്നൈയിലാണെന്നാണ് സൂചനകൾ. ചെന്നൈയിലെത്തി അൻവർ DMK നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ചിത്രങ്ങളും പ്രചരിക്കുന്നുണ്ട്. PV അൻവറിന് വേണ്ടി രാഷ്ട്രീയ ചർച്ചകൾ നടത്താൻ മകനും രംഗത്തിറങ്ങിയെന്ന സൂചനകളുണ്ട്. DMKയുമായി സഹകരിക്കുന്നതിന് മുന്നോടിയായി അൻവറിന്റെ മകൻ തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയുമായി കൂടിക്കാഴ്ച നടത്തി. കൂടാതെ PV അൻവറിന്റെ അനുയായികൾ സ്റ്റാലിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഇടതുപക്ഷവുമായുള്ള ബന്ധം പൂർണ്ണമായി വിച്ഛേദിച്ച അൻവർ നാളെ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമെന്നാണ് നേരത്തെ വ്യക്തമാക്കിയത്. എന്നാൽ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടിയായ DMKയുമായി ചേർന്ന് മുന്നോട്ട് പോകാനുള്ള പദ്ധതി നേരത്തെ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ADGP MR അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുമൊക്കെ അൻവർ തുടരെ ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടിയെയും സർക്കാരിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിരുന്നു. നിയമസഭയിൽ PV അൻവർ MLAയുടെ സ്ഥാനം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നിരയിലേക്ക് മാറ്റിയിരുന്നു. അതേസമയം മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കുന്ന PV അൻവർ MLAയുടെ പുറകെ പോകേണ്ടതില്ലെന്നാണ് CPM സംസ്ഥാന സമിതിയുടെ തീരുമാനം. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുകയാണ്. അൻവറിന്റെ ശ്രമം മുസ്ലിം കേന്ദ്രീകരണത്തിനാണ്. മുസ്ലിം കേന്ദ്രീകരണം ആഗ്രഹിക്കുന്നവർ അൻവറിനെ വിലക്കെടുത്തുവെന്നും CPM സംസ്ഥാന സമിതി വിലയിരുത്തി. അൻവറിനെതിരെ കടുത്ത വിമർശനമാണ് CPIM സംസ്ഥാന സമിതിയിൽ ഉയർന്നത്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കിയിരുന്നു. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ തുടർച്ചയായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് അൻവർ. ഈ പശ്ചാത്തലത്തിലാണ് CPMഉം പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങുന്നത്. അതേസമയം CPMനോടും പിണറായി വിജയനോടും അടുത്ത ബന്ധം പുലർത്തുന്ന MK സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന DMKയിലേക്ക് അൻവറിന്റെ കണ്ണെറിയുന്നത് രാഷ്ട്രീയ ലോകത്ത് ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഉദയനിധി സ്റ്റാലിനാണ് DMKയുടെ പുതിയ മുഖം. പാർട്ടിയെ ഭാവിയിൽ നയിക്കുക ഉദയനിധിയാണെന്ന് വ്യക്തമാണ്. ഈ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ കൂടി DMK കണ്ണെറിയുന്നത്. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന അതിർത്തി മണ്ഡലമാണ് നിലമ്പൂർ. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് അൻവർ DMKയിലേക്ക് കണ്ണുവെക്കുന്നത്. അതേസമയം P ശശിക്കെതിരെ പരസ്യയുദ്ധം പ്രഖ്യാപിച്ച PV അൻവർ പുറത്തുപോയ സാഹചര്യത്തിൽ അതിലുള്ള അന്വേഷണവും CPM അവസാനിപ്പിച്ചു എന്നതാണ് വസ്തുത. ഇത്തരമൊരു ചർച്ച സംസ്ഥാന സമിതിയിൽ വന്നാൽ PJ പോലുള്ള നേതാക്കൾ ആഞ്ഞടിക്കുമെന്നായിരുന്നു അൻവറിന്റെ പ്രതീക്ഷ. എന്നാൽ ശശിക്കെതിരായ അൻവറിന്റെ പരാതിയിൽ യാതൊരു തെളിവുമില്ലെന്ന് തിരിച്ചറിഞ്ഞ PJ ഈ വിഷയത്തിലും മൗനം പുലർത്തി. ഇതോടെ ശശിക്കെതിരെ അന്വേഷണം വേണ്ടെന്ന നിലപാടെടുക്കാനും കഴിഞ്ഞു. പിണറായിക്ക് നേരെ മലപ്പുറം വിവാദത്തിൽ ചോദ്യങ്ങൾ ഉയർന്നപ്പോഴും തീരുമാനമെല്ലാം പിണറായിയുടെ ആഗ്രഹം പോലെ തന്നെ നടന്നു. പാർട്ടിയും മുഖ്യമന്ത്രിയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്ന പ്രതികരണങ്ങളാണ് അൻവർ നടത്തിയത്. മഞ്ചേരിയിൽ വിശദീകരണ യോഗത്തിൽ പുതിയ പാർട്ടി പ്രഖ്യാപിക്കാനാണ് അൻവറിന്റെ തീരുമാനം. മതേതരത്വം ഉയർത്തിപ്പിടിച്ചുള്ള രാഷ്ട്രീയ പാർട്ടിയായിരിക്കും രൂപീകരിക്കുക എന്ന് അൻവർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പുതിയ പാർട്ടി രൂപീകരിച്ച് CPMനും മുഖ്യമന്ത്രിക്കുമെതിരെ കൂടുതൽ ആഞ്ഞടിക്കാനാണ് അൻവറിന്റെ തീരുമാനം. ഇതിനിടയിലാണ് അൻവറിന് പിന്നാലെ ഇനി പോകേണ്ടതില്ലെന്ന് CPM സംസ്ഥാന സമിതി നിലപാട് സ്വീകരിച്ചത്.